വിദ്യാർത്ഥികളെ, ആനുവൽ ഇവാലുവേഷൻ കേരള പാഠാവലി 8ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് ഒന്നാമത്തെ സെക്ഷനിലേക്ക് പോവാം. ഫസ്റ്റ് സെക്ഷനിൽ 1 മുതൽ 4 വരെ ചോദ്യങ്ങളുടെ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: അച്ഛനും താനുമായിച്ചില്ലെങ്ങനെ നിൽപ്പതും നിന്നു പടക്കളിക്കതും. ഈ വരികളിൽ താൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? ഇതൊരു കവിതയാണ് അല്ലേ? അപ്പോൾ ഇതിൽ താൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? ഗോപാലന്മാരെ, കംസനെ, ബലരാമനെ, ഡി കണ്ണനെ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ. കണ്ണനെയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? താൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അച്ഛനും താനുമായി ചിലങ്ങനെ നിൽപ്പതും നിന്നു പടക്കളിക്കതും. അപ്പോൾ ഇവിടെ താൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ണനെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: കവിയുടെ കാൽപ്പാടുകൾ എന്ന കൃതിയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാം? 1 ആത്മകഥ, 2 പി കുഞ്ഞിരാമൻ നായർ, 3 യാത്രാ വിവരണം. ഇവിടെ കവിയുടെ കാൽപ്പാടുകൾ എന്ന കൃതിയെ സംബന്ധിച്ച് ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. കാരണം കവിയുടെ കാൽപ്പാടുകൾ എന്നതൊരു ആത്മകഥയാണ്, പി കുഞ്ഞിരാമൻ നായരുടേതാണ്. അപ്പോൾ ബി, ഓപ്ഷൻ ബി ആണ് ശരി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: പുന്നല്ലരിയുടെ കഞ്ഞി ആ കയ്യാൽ തന്നെ കോരി കുടിക്കുന്നു. അടിവരയിട്ട പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം എന്ത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുന്നല്ലരി. ഇതാണ് ഇവിടെ അടിവരയിട്ടിരിക്കുന്ന പദം എന്ന് പറയുന്നത്. അപ്പോൾ പുന്നല്ലരിയുടെ കഞ്ഞി ആ കയ്യാൽ തന്നെ കോരി കുടിക്കുന്നു. ഇവിടെ പുന്നല്ലരി എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ പുന്നല്ലിന്റെ അരി, ബി പുന്നല്ലാകുന്ന അരി, സി പുന്നല്ല് മരിയും, ഡി പുന്നല്ല് കൊണ്ടുള്ള അരി. ഇതിൽ ഓപ്ഷൻ എ പുന്നല്ലിന്റെ അരി എന്നുള്ളതാണ് ശരിയായ ഉത്തരം. മണക്കണ്ടം ഒന്നാന്തരം ഒരു റബ്ബർ തോട്ടമായിരിക്കുന്നു. 12 വാഴത്തോപ്പാണ്. വേലപ്പൻപിൽ സക്കര ഇനം തെങ്ങുകൾ നിറയെ കായ്ച്ചു നിൽക്കുന്നു. ഒരു നുണങ്ങു നെൽപ്പാടം ഒരിടത്തും കണ്ടില്ല. ഈ വരികളിലെ ആശയം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മണക്കണ്ടം ഒന്നാന്തരം ഒരു റബ്ബർ തോട്ടമായിരിക്കുന്നു. അതായത് എന്താണ്? കണ്ടം നെൽവയൽ എന്താണ്? ഒരു റബ്ബർ തോട്ടമായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താണ്? പിന്നെ തെങ്ങുകൾ നിറയെ കായ്ച്ചു വാഴത്തോപ്പാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകളാണ് എന്ത് ചെയ്യുന്നത്? കാർഷിക രംഗം കീഴടക്കി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരമെന്ന് പറയുന്നത്. പിന്നെ 5 മുതൽ 7 വരെ ചോദ്യങ്ങൾക്ക് 3-4 വാക്യത്തിൽ ഉത്തരം എഴുതാനാണ്. 3 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യനാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒറ്റയ്ക്ക് നട്ടാൽ വിളയുന്നതും ഒരുമിച്ച് നട്ടാൽ വിളയുന്നതും ഒരേ വിളവല്ലേ? ഈ വരികളുടെ പൊരുൾ വ്യക്തമാക്കുക. ഒറ്റയ്ക്ക് നട്ടാൽ വിളയുന്നതും ഒരുമിച്ച് നട്ടാൽ വിളയുന്നതും ഒരേ വിളവല്ലേ? ഈ വരികളുടെ പൊരുൾ വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ കൃഷിക്ക് എപ്പോഴും നല്ലത് കൂട്ടായി ചെയ്യുന്നതാണ്. കൃഷിയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും കൂട്ടായി ചെയ്യുമ്പോൾ അത് ആസ്വാദ്യമാവുകയും വിജയത്തിലെത്തുകയും ചെയ്യും എന്നാണ് ഈ വരികളുടെ പൊരുൾ. അപ്പം എന്താണ്? ഒറ്റയ്ക്ക് കൃഷി ചെയ്യുന്നതിനേക്കാൾ കൃഷിക്ക് എപ്പോഴും നല്ലത് കൂട്ടായി ചെയ്യുന്നതാണ്. കൃഷിയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തികളും കൂട്ടായി ചെയ്യുമ്പോൾ അത് ആസ്വാദ്യമാവുകയും വിജയത്തിലേക്ക് എത്തുകയും ചെയ്യുമെന്നാണ് ഈ വരികളുടെ പൊരുളെന്ന് പറയുന്നത്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. കുമാരൻ ഈ ചോദ്യം ചോദിക്കുന്നത് ആരോടാണ്? ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്ത്? അപ്പോൾ നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. അപ്പോൾ കുമാരൻ്റെ ഈ ചോദ്യം ആരോടാണ്, ഏത് സന്ദർഭത്തിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഉത്തരം? നമുക്ക് നോക്കാം. 6ാമത്തെ ഉത്തരം അധികാരവർഗത്തോടും സമൂഹത്തോട് പൊതുവെയുമാണ് കുറത്തി ഈ ചോദ്യം ചോദിക്കുന്നത്. സമൂഹത്തിൻ്റെ മാത്രമല്ല ഏതൊരാളിൻ്റെയും വളർച്ചയ്ക്ക് പിന്നിൽ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ അധ്വാനമുണ്ട്. കാവലായും കരുതലായും കൂടെ നിന്ന് തങ്ങൾക്ക് ചേക്കാറാനുള്ള ഇടം നഷ്ടമാക്കിയതും അന്നവും സുരക്ഷയും ഇല്ലാതാക്കിയതുമാണ് ഇങ്ങനെ ചോദിക്കാൻ കുറത്തിയെ പ്രേരിപ്പിച്ചത്. അധികാരവർഗത്തോടും സമൂഹത്തോട് പൊതുവായുമാണ് കുർത്തി ഈ ചോദ്യം
ചോദിക്കുന്നത്. സമൂഹത്തിൻ്റെ മാത്രമല്ല ഏതൊരാളിൻ്റെയും വളർച്ചയ്ക്ക് പിന്നിൽ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ അധ്വാനമുണ്ട്. കാവലായും കരുതലായും കൂടെ നിന്ന് തങ്ങൾക്ക് ചേക്കാറാനുള്ള ഇടം നഷ്ടമാക്കിയതും അന്നവും സുരക്ഷയും ഇല്ലാതാക്കിയതുമാണ് ഇങ്ങനെ ചോദിക്കാൻ കുറത്തിയെ പ്രേരിപ്പിച്ചത്. അതാണ് അവിടെ എഴുതുന്നത്. നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. ഓക്കെ, അപ്പോൾ കുറുത്ത് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത് ആരോടാണ്? ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ. അവിടെ ഒരു ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് രവി കൂമൻകാവിൻ്റെ ചിത്രം ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. രവി കണ്ട കൂമൻകാവിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു? അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 106 വയസ്സ് 80 തോന്നിക്കൂ, ആരോഗ്യഗാത്രൻ. ഈ വരികളിലൂടെ കൃഷിക്കാരൻ്റെ എന്ത് പ്രത്യേകതയാണ് വായിച്ചെടുക്കാൻ കഴിയുന്നത്? അപ്പോൾ 7ാമത്തെ എയും ബിയും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉത്തരമെന്ന്. 7ാമത്തെ ഉത്തരം എയിൽ അവിടെ ഒരു ബെഞ്ചിലിരുന്നു കൊണ്ട് രവി കൂമൻകാവിൻ്റെ ചിത്രം ഉൾക്കൊള്ളാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ 7ാമത്തെ ഉത്തരം തേക്കിൻ കുറ്റികളിൽ കയറ്റി നിർത്തിയിട്ടുള്ള 4-5 ഏറുമാടങ്ങളായിരുന്നു കൂമൻകാവിലെ അങ്ങാടിയിൽ ഉണ്ടായിരുന്നത്. കൂമൻകാവിലേക്കുള്ള വഴി അവസാനിക്കുന്ന മൈതാനത്തിനു ചുറ്റുമായിരുന്നു ഏറുമാടങ്ങൾ. അവയുടെ പുറകിൽ തുവരക്കാടുകളിലും വാഴക്കൂട്ടങ്ങളിലും മറഞ്ഞു നിൽക്കുന്ന കുടിലുകൾ. അവയ്ക്കു മുകളിൽ കരുത്തുള്ള മുത്തച്ഛന്മാരെ പോലെ പടർന്നു നിൽക്കുന്ന മാവുകളും നിലഞരമ്പ് ഓടിയ പരന്ന തണലുമുണ്ട്. അപ്പോൾ തേക്കിൻ കുറ്റികളിൽ കയറ്റി നിർത്തിയിട്ടുള്ള 4-5 ഏറുമാടങ്ങളായിരുന്നു കൂമൻകാവിലെ അങ്ങാടിയിൽ ഉണ്ടായിരുന്നത്. കൂമൻകാവിലേക്കുള്ള വഴി അവസാനിക്കുന്ന മൈതാനത്തിന് ചുറ്റുമായിരുന്നു ഏറുമാടങ്ങൾ. അവയുടെ തുവരക്കാടുകളിലും വാഴക്കൂട്ടങ്ങളിലും മറഞ്ഞു നിൽക്കുന്ന കുടിലുകളുണ്ട്. അവയ്ക്കു മുകളിൽ കരുത്തുള്ള മുത്തച്ഛന്മാരെ പോലെ പടർന്നു നിൽക്കുന്ന മാവുകളും നിലഞരമ്പൊടിയ പരന്ന തണലുമുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി അവിടെ പറഞ്ഞിട്ടുണ്ട് കർഷകന് 100 വയസ്സ് കഴിഞ്ഞെന്നും കണ്ടാൽ 80 തോന്നുമെന്നുമാണ് പറയുന്നത്. അപ്പോൾ ആരോഗ്യ ദൃഢഗാത്രനുമാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം പ്രകൃതിയോട് ഇണങ്ങിയ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയും കൃഷിയിടത്തിലെ അധ്വാനവും കൃഷി നൽകിയ സന്തോഷകരമായ ജീവിതവും മനസ്സിലാക്കാം. അപ്പോൾ അതാണ് 106 വയസ്സ് പക്ഷെ 80 തോന്നിക്കും. അപ്പോൾ 106 വയസ്സുണ്ട് പക്ഷെ കണ്ടാൽ എന്താണ് 80 തോന്നിക്കൂ. അത്രയും ആരോഗ്യ ദൃഢഗാത്രനാണ് ഈ കൃഷിക്കാരൻ. അപ്പോൾ കൃഷിക്കാരൻ്റെ ആ ഒരു സന്തോഷവും കൃഷിയിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും അദ്ദേഹത്തിൻ്റെ പണിയെടുക്കുന്നത് മൂലം അദ്ദേഹത്തിൻ്റെ ശരീരത്തിനുണ്ടായ മാറ്റവും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി 8 മുതൽ 11 വരെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. വിത്തു പുതയ്ക്കാനിടം മണ്ണില്ലാതായി പോയ കർഷകന്റെ ദൈന്യം. ജോസഫ് എന്ന കഥയിൽ നാം കണ്ടു. നിങ്ങളുടെ പ്രദേശത്തെ കാർഷിക പരിസ്ഥിതിക പ്രശ്നങ്ങൾ അധികൃതരെ അറിയിക്കുന്നതിന് നിവേദനം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുപ്രദേശത്തെ കാർഷിക പരിസ്ഥിതിക പ്രശ്നങ്ങൾ അധികൃതരെ അറിയിക്കുന്നതിന് നിവേദനം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു നിവേദനം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം പ്രേക്ഷിതൻ, നമ്മുടെ പേര് ആരാണോ ചുമന്തെങ്കിലും പേര് കൊടുക്കുക, സ്ഥലം കൊടുക്കുക, പിന്നെ സ്വീകർത്താവ് ആരാണോ സ്വീകരിക്കേണ്ടത്. അപ്പോൾ ജില്ലാ കളക്ടറാണ് സ്വീകർത്താവ്. ആരാണ്? ജില്ലാ കളക്ടർ, കോട്ടയം ജില്ലാ കളക്ടർ. എന്നിട്ട് വിഷയം കൊടുക്കുക. ഇത് സ്വീകർത്താവിൻ്റെ അടിയിലാണ് ജില്ലാ കളക്ടർ കോട്ടയം എഴുതുന്നത്. പിന്നെ വിഷയം കൊടുക്കുക. എന്താണ്? നെൽവയൽ നികത്തലുമായി ബന്ധപ്പെട്ട് ചെറുപുഴ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത വിശാലമായ പാടശേഖരമാണ്. വേനൽക്കാലത്ത് പോലും കിണറുകളിലും തോടുകളിലും ജലനിരപ്പ് താഴാതെ നിർത്തുന്നതിൽ ഈ പാടശേഖരങ്ങൾക്ക് വലിയ പങ്കുണ്ട്. മാത്രമല്ല നെൽകൃഷിയില്ലാത്ത സമയങ്ങളിൽ പച്ചക്കറി കൃഷി ചെയ്തും പ്രദേശത്തെ ആളുകൾക്ക് പാടശേഖരം വരുമാന മാർഗമായിരുന്നു. എന്നാൽ ഇന്ന് പാടശേഖരത്തിൻ്റെ പല ഭാഗങ്ങളും മണ്ണിട്ടു നികത്തി വാഴയും തെങ്ങും വെച്ച് തുടങ്ങി. പ്രദേശവാസികളുടെ എതിർപ്പിനെ അവഗണിച്ച് മണ്ണിടൽ വ്യാപകമാകുന്നു. ഈ പ്രശ്നത്തിൽ താങ്കളുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രദേശത്തെ ഈ പ്രദേശത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ പാടശേഖരമാണ്. പക്ഷെ വേനൽക്കാലത്ത് പോലും കിണറുകളിലും തോടുകളിലും എല്ലാം ജലനിരപ്പ് താഴാതെ നിർത്തുന്നതിൽ ഈ പാടശേഖരങ്ങളാണ് പങ്ക് വഹിക്കുന്നത്. നെൽകൃഷി ഇല്ലാത്ത സമയങ്ങളിൽ പച്ചക്കൃഷി ചെയ്ത് ആളുകൾ പാടശേഖരത്തെ വരുമാനമായി മാർഗമായി കണ്ടിരുന്നു. എന്നാൽ ഇന്ന് ഈ പാടശേഖരത്തിൻ്റെ പല ഭാഗങ്ങളും എന്ത് ചെയ്തു? മണ്ണൊക്കെ ഇട്ട് നികത്തി വാഴയും തെങ്ങൊക്കെ വെച്ച് ആ ഭാഗം അങ്ങോട്ട് എന്താണ് പാടശേഖരങ്ങൾ അങ്ങോട്ട് ഇല്ലാതാക്കുകയാണ്. അപ്പോൾ ഇതിനെ അവഗണിച്ച് മണ്ണിടൽ അവിടെ അതൊക്കെ നികത്തി മണ്ണൊക്കെ ഇട്ട് അവിടെ വലിയ ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ വേറെ വല്ല കൃഷികളും ഒക്കെ നടത്തി
അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇടപെടൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെയാണ് നിവേദനം തയ്യാറാക്കുക. സ്ഥലം, തീയതി കൊടുക്കുക, പേര്, ഒപ്പ്. ഇത്രയാണ് എഴുതേണ്ടത്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ. ഗദ്യഭാഗം വായിച്ച് ചുവടെ നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ധാരാളം എഴുതിയവൻ, കുറച്ചൊക്കെ എഴുതുക, ഇതായിരുന്നു ചങ്ങമ്പുഴയുടെ രീതി. ധാരാളം എഴുതിയവൻ, കുറച്ചൊക്കെ എഴുതുക, ഇതായിരുന്നു ചങ്ങമ്പുഴയുടെ രീതി. കൃഷ്ണഗാഥയും തുള്ളൽ കൃതികളും നിരന്തരം വായിച്ചു പോന്നു. വീട്ടിലെ ദാരിദ്ര്യം, ചുമതലയ്ക്ക് ആളില്ലെന്നുള്ള അവസ്ഥ, ഇതൊക്കെ ചങ്ങമ്പുഴയുടെ വിദ്യാഭ്യാസത്തെ പ്രതികൂലമായി ബാധിച്ചു. ആത്മപ്രകാശനപരമായ കവിതകളാണ് ഇക്കാലത്ത് അധികവും എഴുതിയത്. അതിൽ ആത്മാർത്ഥതയും സരളതയും നിറഞ്ഞു നിന്നു. സംസ്കൃത ശബ്ദോപാധത്തിൻ്റെ തായമ്പക കേട്ടുമുഷിഞ്ഞ ആളുകൾക്ക്, പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക്, ചങ്ങമ്പുഴയുടെ നാടൻ ശൈലികളിലുള്ള ഈരടികൾ അമൃതമധുരമായി അനുഭവപ്പെട്ടു. ചങ്ങമ്പുഴയുടെ പ്രഥമ കവിതാ സമാഹാരമായ ബാഷ്പാഞ്ജലിയിലെ കവിതകളില്ലാത്തന ഹൃദയവീണയിലെ മൃദുലതന്ത്രികളുടെ നാദമായിരുന്നു. ആത്മാവിഷ്കാരപരമായ ആ കവിതകൾ വായിക്കുന്നവർക്കെല്ലാം തോന്നും, ഇതെൻ്റെ അനുഭവമാണ്, ചിന്തയാണ്. ഈ തന്മീയ ഭാവമാണ് ചങ്ങമ്പുഴ കവിതയുടെ പ്രത്യേകത. അപ്പോൾ ബാഷ്പാഞ്ജലിയിലെ കവിതകൾ എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാഷ്പാഞ്ജലി കവിതകൾ എങ്ങനെയായിരുന്നു? അപ്പോൾ ബാഷ്പാഞ്ജലിയിലെ കവിതകൾ എങ്ങനെയുള്ളവയായിരുന്നു? ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബാഷ്പാഞ്ജലിയിലെ കവിതകൾ എന്താണ്? ആവിഷ്കാരപരമായ കവിതകൾ അല്ലേ? അപ്പോൾ ആത്മാവിഷ്കാരം, ഇതാണ് ഒന്നാമത്തെ ഉത്തരം. ബാഷ്പാഞ്ജലിയിലെ കവിതകൾ ആത്മാവിഷ്കാരപരമായ കവിതകളായിരുന്നു. പുതിയ തലമുറയ്ക്ക് ചങ്ങമ്പുഴയുടെ ഈരടികൾ അമൃതമധുരമായി അനുഭവപ്പെട്ടതിന് കാരണം എന്തായിരുന്നു? എന്തുകൊണ്ടായിരിക്കും? സംസ്കൃത ശബ്ദോപാധത്തിൻ്റെ തായമ്പക കേട്ടുമുഷിഞ്ഞ ആളുകൾക്ക്, പ്രത്യേകിച്ചും പുതിയ തലമുറകൾക്ക്, ചങ്ങമ്പുഴയുടെ നാടൻ ശൈലികളുള്ള ഈരടികൾ അമൃതമധുരമായി അനുഭവപ്പെട്ടു. അതായത് സംസ്കൃതം ശബ്ദോപാധത്തിൻ്റെ തായമ്പക കേട്ടുമുഷിഞ്ഞ പുതിയ തലമുറയ്ക്ക് ചങ്ങമ്പുഴയുടെ നല്ല നാടൻ ശൈലികളുടെ ഈരടികൾ അമൃതമധുരമായിട്ട് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി ഈ തന്മീയഭാവമാണ് ചങ്ങമ്പുഴ കവിതയുടെ പ്രത്യേകത. തന്മീയഭാവം എന്നാൽ എന്ത്? അതായത് ഈ കവിതകൾ വായിക്കുന്നവർക്കെല്ലാം ഇതെൻ്റെ അനുഭവമാണ്, എൻ്റെ ചിന്തയാണ്, എന്നെക്കുറിച്ചാണ്. അല്ലെങ്കിൽ ഈ കവിത വായിക്കുന്നവർക്ക് തോന്നും ഇതെൻ്റെ അനുഭവമാണ്, എൻ്റെ ചിന്തയാണെന്നൊക്കെ തോന്നും. അതാണ് ഇവിടെ തന്മീയഭാവം എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. ഭക്ഷ്യസുരക്ഷ എന്ന വലിയ മുദ്രാവാക്യത്തിന് മുന്നിൽ വിനീതരാകുന്ന ലോക ജനത, മലനാട്ടിലെ കർഷകരുടെ ഈ പഴയകാല നന്മയ്ക്ക് മുന്നിൽ ഒരു നിമിഷം നിൽക്കട്ടെ. എഴുത്തുകാരൻ ഈ വരികളിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? നിങ്ങളുടെ നിരീക്ഷണം എഴുതുക. അപ്പോൾ ഭക്ഷ്യസുരക്ഷ എന്ന വലിയ മുദ്രാവാക്യത്തിന് മുമ്പിൽ വിനീതരാകുന്ന ലോക ജനത, മലനാട്ടിലെ കർഷകരുടെ ഈ പഴയകാല നന്മയ്ക്ക് മുമ്പിൽ ഒരു നിമിഷം നിൽക്കട്ടെ. എഴുത്തുകാരൻ ഈ വരികളിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ നിരീക്ഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കാം? അതായത് ഇപ്പോൾ പാറപ്പുറം നന്നായി തുറുത്ത് വൃത്തിയാക്കി അവിടെ കപ്പ ഉണക്കാനിടുന്നത് ഇന്ന് ശുചിത്വമില്ലായ്മയായിട്ട് തോന്നാം. പക്ഷെ പണ്ട് അങ്ങനെയായിരുന്നു അല്ലേ? പാറപ്പുറമൊക്കെ തുറുത്ത് വൃത്തിയാക്കി അവിടെയാണ് കപ്പ ഉണക്കാനിട്ടിരുന്നത്. പക്ഷെ ഇങ്ങനെ ഉണക്കാനിട്ടിരിക്കുന്ന കപ്പയ്ക്ക് പിന്നിൽ ഒരു ഗ്രാമത്തിൻ്റെ ദിവസങ്ങളോളമുള്ള അധ്വാനവും സ്നേഹവും കൂട്ടായ്മയുമുണ്ട്. മായം കലരാത്ത ഭക്ഷ്യവസ്തുക്കൾ ആണവ. കേടാകാതിരിക്കാനുള്ള വസ്തുക്കളൊന്നും ചേർക്കുന്നില്ലെങ്കിലും ഒരു വർഷം വരെ ഇങ്ങനെ വാട്ടിയെടുക്കുന്ന കപ്പ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും. ഇന്ന് കടകളിൽ നിന്ന് ലഭിക്കുന്ന പല ഭക്ഷണ പദാർത്ഥങ്ങളും മായം കലർന്നതും നമ്മുടെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്നവയുമാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യസുരക്ഷ എന്ന മുദ്രാവാക്യത്തിന് മുന്നിൽ വിനീതരാകുന്ന ലോകജനത, മലനാട്ടിലെ കർഷകരുടെ ഈ പഴയകാല നന്മയ്ക്ക് മുന്നിൽ ശിരസ്സു നമിച്ചേ മതിയാകൂ. അങ്ങനെയാണ് നമ്മളുടെ നിരീക്ഷണമായിട്ട് എഴുതേണ്ടത്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ. ഓർമ്മയിലെ തീനാളങ്ങൾ എന്ന ശീർഷകം പാഠഭാഗത്തിന് എത്ര മാത്രം ഉചിതമാണ് വിശദമാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രമാത്രം ഉചിതമാണെന്ന് വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. നമ്മുടെ തീനാളങ്ങൾ പൊള്ളിക്കുന്നതാണ്, ഭയപ്പെടുത്തുന്നതുമാണ്. ഓർമ്മയിലെ തീനാളങ്ങൾ എന്ന പ്രയോഗത്തിൽ കഴിഞ്ഞ കാലത്തിലെ പൊള്ളുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് സൂചന. മരണാസന്നനായി കിടക്കുന്ന ദശരഥൻ തൻ്റെ ജീവിതത്തിലുണ്ടായ മുനിശാപത്തെക്കുറിച്ച് കൗസല്യയോട് പറയുന്നതാണ് പാഠഭാഗം. സരയൂ നദീതടത്തിൽ നിന്ന് ആന വെള്ളം കുടിക്കുന്ന ശബ്ദം കേട്ട്
ദശരഥൻ അമ്പ അയച്ചപ്പോൾ അത് ചെന്ന് തറച്ചത് പുഴയിൽ വെള്ളമെടുക്കാൻ ഇറങ്ങിയ മുനികുമാരനിലാണ്. മകൻ കൊല്ലപ്പെട്ടതറിഞ്ഞ് തങ്ങൾക്കിനി ആശ്രയം ആരുമില്ലെന്ന തിരിച്ചറിവിൽ ആ വൃദ്ധ മാതാപിതാക്കൾ മകന്റെ ചിതയിൽ ചാടി ദേഹത്യാഗം ചെയ്യുന്നു. ആ ചിതയുടെ തീനാളങ്ങൾ ശരീരത്തിൽ കത്തിപ്പടരുമ്പോഴാണ് മുനി ദശരഥനെ ശപിക്കുന്നത്. പൊട്ടിത്തെറിക്കുന്ന ആ തീനാളങ്ങൾ ദശരഥൻ ഇപ്പോഴും മനസ്സിൽ വ്യക്തമായി കാണുന്നുണ്ട്. ദശരഥന്റെ ഓർമ്മയിൽ ആ തീനാളങ്ങൾ ഒരിക്കലും കെട്ടുപോകുന്നില്ല. പാഠഭാഗത്തിന് അനുയോജ്യമായ ശീർഷകമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ തീനാളങ്ങൾ പൊള്ളിക്കുന്നതാണ് എന്ന ഹെഡിങ് പാഠഭാഗത്തിന് വളരെ അനുയോജ്യമായത് ഇക്കാരണത്താലാണ്. അപ്പോൾ തൻ്റെ ഓർമ്മയിലെ തൻ്റെ അനുഭവങ്ങൾ തീനാളങ്ങൾ എന്ന ഓർമ്മയിലെ തീനാളങ്ങൾ എന്ന ഈ പ്രയോഗം നമ്മുടെ ആ ഓർമ്മകളൊക്കെ നമ്മളെ പൊള്ളിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ ഈ പാഠഭാഗത്തിന് ഈ ശീർഷകം വളരെ അനുയോജ്യമാണ് എന്ന രീതിയിലാണ് നിങ്ങളത് എഴുതേണ്ടത്. അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അക്കറിയുന്ന തീ പിടിപ്പിച്ചു മറ്റൊരു തിക്തയുണ്ടാക്കും സർഗശക്തി, ചൂടും വെളിച്ചവും പിന്നെയും പിന്നെയും നേടി വിടർന്നിടും ജീവിതങ്ങൾ. നിമിഷം എന്ന കവിതയിലെ വരികൾ ചിലതൊക്കെ പറയാതെ പറയുന്നില്ലേ? ഇത്തരം ആഹ്വാനം കവിതയെ എങ്ങനെയെല്ലാം സുന്ദരമാക്കുന്നു. അപ്പം നിമിഷം എന്ന കവിതയുടെ ആസ്വാദനമാണ് നിങ്ങൾ എഴുതേണ്ടത്. കാരണം ആ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ വരികൾ എന്തൊക്കെയാണ് പറയുന്നത്. ഇത്തരം ആഹ്വാനങ്ങൾ ആ കവിതയെ എങ്ങനെയെല്ലാം സുന്ദരമാക്കുന്നു എന്നാണ് എഴുതേണ്ടത്. അപ്പം എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. പറയാതെ പറയുന്ന വലിയ ആശയങ്ങളാണ് കവിതയെ അർത്ഥസമ്പുഷ്ടവും മനോഹരവുമാക്കുന്നത്. ജീവിതത്തിന്റെ തുടർച്ചയെ, എല്ലാം ഒരിക്കലും നശിച്ചു പോകില്ലെന്ന പ്രതീക്ഷയെ അതിമനോഹരമായി ആവിഷ്കരിക്കുകയാണ് ജി ശങ്കരക്കുറുപ്പ്. അത് ആരുടെ കവിതയാണ്, അതാരാ എഴുതിയതെന്നുള്ളത് ആദ്യം എഴുതണം. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും നാശമുണ്ട്. കാലത്തിന്റെ ചിറകടിയിൽ പഴയതെല്ലാം കൊഴിഞ്ഞു പോയാലും പുതിയ ആയിരക്കണക്കിന് ഭംഗികൾ ഉയർന്നു വരും. അപ്പോൾ ഏതൊരു വസ്തുവും ഈ ഭൂമിയിൽ ഉണ്ടായാലും അതിനൊരിക്കലും എന്തുണ്ട്, നഷ്ടമുണ്ട്. പിന്നെയും അത് കൊഴിഞ്ഞു പോയാലും പുതിയത് അതിനേക്കാൾ ഭംഗിയുള്ളത് വീണ്ടും വീണ്ടും ഉയർന്ന് വരും. കോടാനുകോടി വർഷങ്ങളായി ആകാശ മധ്യത്തിൽ തിളയ്ക്കുന്ന സൂര്യബിംബം പോലും ഒരിക്കൽ കെട്ടുപോകാം എന്നാണ് പറയുന്നത്. ഒരിക്കൽ സൂര്യൻ പോലും കെട്ടുപോകാം. എന്നാൽ ആ കരിക്കട്ടയിൽ നിന്ന് തീ ഊതിക്കത്തിച്ച് പുതിയൊരു സൂര്യനെ ഉണ്ടാക്കാൻ സർഗശക്തിക്ക് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് കവി. ആ പുതിയ സൂര്യനിൽ നിന്ന് ചൂടും വെളിച്ചവും സ്വീകരിച്ച് പിന്നെയും ഇവിടെ ജീവിതങ്ങൾ തളിർക്കുമെന്ന് കവി വിശ്വസിക്കുന്നു. മനുഷ്യന്റെ സർഗാത്മകമായ കഴിവുകൾ ഏത് പ്രതിസന്ധിയും അതിജീവിക്കാൻ ശേഷിയുള്ളതാണ് എന്ന സന്ദേശം കൂടി കവി നൽകുന്നു. ദുരന്തങ്ങൾ, യുദ്ധങ്ങൾ, രോഗങ്ങൾ തുടങ്ങി എന്തും മറികടന്ന് മനുഷ്യൻ വിജയക്കൊടി പാറിച്ചത് ചരിത്രത്തിൽ നാം പല ഘട്ടങ്ങളിലും കണ്ടിട്ടുണ്ട്. മനുഷ്യശക്തിയിലുള്ള അടിയുറച്ച വിശ്വാസമാണ് കവി പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ എന്തു ദുരന്തം വന്നാലും നമ്മൾ അതെല്ലാം അതിജീവിച്ച് ആ സർഗാത്മക കഴിവുകൾ ഏത് പ്രതിസന്ധിയെയും നമുക്ക് അതിജീവിച്ച് നമ്മളെ അതിജീവിപ്പിച്ച് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കും. അപ്പോൾ മനുഷ്യശക്തിയിലുള്ള അടിയുറച്ച വിശ്വാസമാണ് കവി എന്ത് ചെയ്യുന്നത്, ഇതിലൂടെ പ്രകടിപ്പിക്കുന്നത്. ഇനി താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരു പുറത്തിൽ കഴിയാതെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കഥാപാത്രത്തിന്റെ സ്വഭാവം, കഥയിലെ സ്ഥാനം ഇവ പരിഗണിച്ച് ജോസഫ് എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ജോസഫ് എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജോസഫിന്റെ സ്വഭാവ സവിശേഷതകൾ, ജോസഫിന്റെ പ്രകൃതി എങ്ങനെയാണ്, ഇതൊക്കെയാണ് ഇതാരുടെ കഥയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. എസ് വി വേണുഗോപൻ നായരുടെ ജോസഫ് എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ജോസഫ്. കൃഷിയെയും കൃഷിഭൂമിയെയും ഹൃദയത്തിലേറ്റ് ജീവിക്കുന്ന കുറേ ആളുകൾ ഇന്നുമുണ്ട്. അവരിൽ ഒരാളായാണ് ജോസഫ് എന്ന കഥയിലൂടെ കഥാകൃത്ത് അവതരിപ്പിക്കുന്നത്. കൃഷിപ്പണികളിൽ അഗ്രഗണ്യനായിരുന്നു ജോസഫ്. പ്രധാന ജോലികൾക്ക് മാത്രമാണ് അയാൾ കൃഷിയിടങ്ങളിൽ എത്തിയിരുന്നത്. ജോസഫിന്റെ കാലൂന്നുന്ന വയൽ താനേ പൊലിക്കുമെന്ന് നാട്ടിലൊരു ചൊല്ല് തന്നെ ഉണ്ടായിരുന്നു. പാടത്ത് ഒരുക്കി നിർത്തിയിരിക്കുന്ന മരത്തിൽ വലതുകാൽ വച്ച് കയറി ചാട്ട വായിച്ച് ഒരു ഉന്നതനായ പോരാളിയെ പോലെ ജോസഫ് പാടത്ത് കൂടി പറക്കുന്നത് കാണുന്നത് തന്നെ ഒരു ഹരമായിരുന്നു എന്ന് കഥാകൃത്ത് പറഞ്ഞു. അപ്പോൾ നല്ലൊരു കൃഷിക്കാരനായിരുന്നു ആരെന്ന് പറയുന്നത്, ജോസഫ് എന്ന് പറഞ്ഞത്. അപ്പം ജോസഫ് ആ കൃഷിയിടത്തിൽ കാല് കുത്തിയാൽ തന്നെ എന്താണ്, താന് വയൽ തന്നെ പൊലിക്കുമെന്ന് പറയാറുണ്ടായിരുന്നു. അത്രയും ഒരു കൃഷിയോട്
താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത് ജോസഫ് എന്ന് പറയുന്നത്. ഒരു യോദ്ധാവിൻ്റെ ചടുലതയും വേഗതയും ജോസഫിൻ്റെ പ്രവർത്തിക്കുന്നുണ്ട്. കാലമേറെ കഴിഞ്ഞപ്പോൾ പാടങ്ങളെല്ലാം നികത്തി റബ്ബറും അക്കേഷ്യയും വാഴയും എല്ലാം നട്ടതോടെ കൃഷിപ്പണി കുറഞ്ഞു. ജോസഫിനെ ആരും അന്വേഷിക്കാതെയുമായി. കഥാകൃത്ത് അന്വേഷിച്ചെത്തിയപ്പോൾ മാത്രമാണ് ആളുകൾ അയാളെ ഓർമ്മിക്കുന്നത്. അലഞ്ഞു തിരിഞ്ഞു നടന്ന ജോസഫിനെ കഥാകൃത്ത് കണ്ടെത്തുമ്പോൾ അയാളുടെ കഷത്തിൽ ഭദ്രമായി ഇറുക്കി പിടിച്ചിരിക്കുന്ന തുണിക്കെട്ടിൽ കുറച്ച് നെൽവിത്തുണ്ടായിരുന്നു. അത് വിതയ്ക്കാൻ ഒരിത്തിരി മണ്ണ് തരുമോ എന്ന് ചോദിച്ച് ജോസഫ് പൊട്ടിക്കരഞ്ഞെടുത്താണ് കഥ അവസാനിക്കുന്നത്. ആഫ്രിക്കൻ പായൽ നിറഞ്ഞ കുളത്തിൻ്റെ വരമ്പിൽ കൂനിക്കൂടിയിരിക്കുന്ന ജോസഫിലൂടെ വിതയ്ക്കാൻ മണ്ണില്ലാത്തതിൻ്റെ ഹൃദയവേദന അനുഭവിക്കുന്ന കർഷകരുടെ ദൈന്യമാണ് കഥാകൃത്ത് ആവിഷ്കരിക്കുന്നത്. അങ്ങനെ എന്താണ്, നെൽകൃഷി ആർക്കും വേണ്ടാതായി. നാണ്യവിളകളൊക്കെ അവിടെ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ എന്താണ്, ജോസഫിന് പതിയെ പതിയെ ആരും അറിയാതാവുന്നതും. അപ്പോൾ അയാളെ കണ്ടെത്തുമ്പോൾ അയാളുടെ കയ്യിൽ കുറച്ച് നെൽവിത്തുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ നെൽവിത്തുകൾ വിതയ്ക്കാൻ ഒരിത്തിരി മണ്ണ് എനിക്ക് തരുമോ എന്ന് ചോദിച്ച് കരയുന്ന ഒരു കർഷകൻ്റെ ദൈന്യതയാണ് ജോസഫ് എന്ന കഥാപാത്രത്തിലൂടെ ഈ കഥയിൽ ആവിഷ്കരിക്കുന്നത്. നെക്സ്റ്റ് ഓർ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ നമുക്ക് കേൾക്കാം. കവിത വായിച്ച് ആസ്വാദനം തയ്യാറാക്കുക. ആറ്റം ഊരിലെ തൊടി വിട്ടു അതിലെ പുര വിട്ടു പൂവാലി പശുവിനെ കോഴിയെ താറാവിനെ പിന്നെയും നഗരത്തിൻ ഹൃദയമണിയിൽ പൊന്തിയ ഫ്ലാറ്റിനിലെ ചില്ലയിൽ കൂട്ടിൽ കൂടി ചിട്ടയിലൊതുക്കത്തിലൊക്കെ ഒരുക്കമിക്ക് ടാതരം നോക്കി തന്നെ ഉലർന്നു കിടക്കുമ്പോൾ കത്തുന്ന ബൾബിൻ ചുറ്റും തത്തുണ്ണിലൊരിച്ചിയും കുത്തുവാനെത്തുന്നില്ല കൊതുകിൻ മൂളിപ്പാട്ടും. റഫീഖ് അഹമ്മദിൻ്റെ ഒരു കവിതയുടെ കുറച്ച് വരികളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആസ്വാദനാശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ കവിതയിൽ പറയുന്നത്? സ്വന്തമായുള്ള ഇത്തിരി മണ്ണ് വിറ്റ് നഗരത്തിലെ ഫ്ലാറ്റിൽ താമസം ആരംഭിക്കുമ്പോൾ പ്രതീക്ഷിച്ച ശാന്തതയും സമാധാനവും പലർക്കും പലപ്പോഴും ലഭിക്കാറില്ല. അപ്പോൾ നമ്മുടെ മണ്ണ് വിറ്റ് നമ്മൾ നഗരത്തിലെ ഫ്ലാറ്റിൽ താമസം ആരംഭിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ശാന്തതയും സമാധാനവും ഉണ്ട്. അത് നമുക്ക് പലപ്പോഴും ലഭിക്കാറില്ല. കുട്ടിക്കാലത്ത് ചുറ്റി നടന്ന തൊടിയും അവിടുത്തെ അന്തരീക്ഷവും ഒക്കെ ഓർമ്മയിൽ മായാതെ ഉണ്ടാകും. ഈ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചും പാരമ്പര്യവും സംസ്കാരവും എല്ലാം ഉപേക്ഷിച്ച് നഗരത്തിൻ്റെ തിരക്കിൽ ചേക്കേറുന്ന മനുഷ്യ സ്വഭാവത്തിൻ്റെ മൂഢതയെക്കുറിച്ചുമാണ് ഈ കവിതയിൽ പരാമർശിക്കുന്നത്. ഊരിലെ തൊടിയും പുരയും വിറ്റു ആദായം നൽകിയിരുന്ന പൂവാലി പശുവിനെയും കോഴിയെയും താറാവിനെയും എല്ലാം വിറ്റു. പിന്നെ നഗരത്തിലേക്ക് ഫ്ലാറ്റിലേക്ക് ചേക്കേറി. ഫ്ലാറ്റിലെ വൃത്തിയിലും വെടിപ്പിലും മനം കുളിർത്തു. പാറ്റയും പല്ലിയും കൊതുകും എല്ലാം എത്തി നോക്കാതിരിക്കാൻ വിഷപ്രയോഗവും നടത്തി. ഒടുവിൽ ഉത്തരം നോക്കി കിടക്കുമ്പോൾ ഒരു കൊതുകിൻ്റെ മൂളിപ്പാട്ടിനായി കാതോർത്ത് കിടന്നു. ഗ്രാമീണത തനിക്ക് നൽകിയിരുന്നത് എന്തെല്ലാമായിരുന്നുവെന്ന് ആ മടുപ്പിക്കുന്ന ഏകാന്തത അവനെ ഓർമ്മപ്പെടുത്തുന്നു. പ്രകൃതിയിൽ നിന്നും അകന്നു മാറുമ്പോൾ പ്രകൃതി നമുക്ക് അന്യമായി മാറുന്ന അനുഭവമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് ഇല്ലാതാവുമ്പോഴാണ് നമുക്ക് അതിൻ്റെ മഹത്വം അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഗ്രാമങ്ങളിൽ ആ ഗ്രാമഭംഗി ആസ്വദിച്ച് ജീവിച്ചിരുന്നവർ അതൊക്കെ വിറ്റുപെറുക്കി നമ്മുടെ ഫ്ലാറ്റിലേക്ക് നഗരമധ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ശാന്തതയും സമാധാനവും നമുക്കവിടെ ലഭിക്കണമെന്ന് ഇല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ മോഡൽ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.